ഇന്ത്യ വിഭജനം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. 1940 മുതലാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തവുമായിട്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തവുമായിട്ട് മുഹമ്മദ് അലി ജിന്നയും കൂട്ടരും വന്നിട്ടുള്ളൂ. മുസ്ലിം ലീഗ് വരുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യമാകണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു രാജ്യം വേണമെന്ന ആവശ്യമായിട്ടാണ് മുഹമ്മദ് അലി ജിന്ന വന്നിട്ടുള്ളത്. കാരണം ഭൂരിപക്ഷമായിട്ടുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെല്ലാം അടിച്ചമർത്തപ്പെടും എന്ന് പറഞ്ഞ്, അതായത് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് വിഭജനം എന്നുള്ളൊരാശയമായിട്ട് മുഹമ്മദ് അലി ജിന്ന ടു നാഷൻ തിയറി, ദ്വിരാഷ്ട്രവാദവുമായിട്ട് മുഹമ്മദ് അലി ജിന്ന വന്നിട്ടുള്ളത് 1940-ലാണ്. 1940 വന്നു. അതിനെ ആരും ആ കാലഘട്ടത്തിൽ സപ്പോർട്ടായിട്ടില്ല എന്നുള്ള. പക്ഷേ 1946 ആകുന്ന സമയത്ത് 1946 ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ഇവരുടെ വാദഗതികൾക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജയിച്ചിട്ടുള്ള 80ഓളം പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവർ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ആരും പങ്കെടുത്തതുമില്ല. അതേപോലെ തന്നെ ഈ ജനറലായിട്ടുള്ള സീറ്റുകളിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ മത്സരിച്ചവരെല്ലാവരും തോറ്റുപോയതും ഇവരുടെ ഈ ദ്വിരാഷ്ട്രവാദം എന്നുള്ള വാദത്തിന് അവർ ഒന്നും കൂടി ആക്കം കൂടി. കാരണം സ്വതന്ത്ര ഇന്ത്യയിൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളൊരു വാദവുമായിട്ടാണ് മുഹമ്മദ് അലി ജിന്ന വന്നിട്ടുള്ളത്. 1947 അവസാനം വരെ, ഓഗസ്റ്റ് 15 വരെ വിഭജനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് നേതാക്കന്മാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ചർച്ചകളും മറ്റൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിഭജനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജിന്നയുമായിട്ട് ചർച്ച നടത്തി. യോജിപ്പിലോ അല്ലെങ്കിൽ ഒരു രമ്യതയിലോ എത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവസാനം വിഭജനത്തിന് ഗാന്ധിയും ഒരു മൗനാനുവാദം മൂളുകയായിരുന്നു എന്നുള്ളത്. 1947 ഇന്ത്യ വിഭജനം എന്നുള്ളത് അതൊരു ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ജനങ്ങളെ വിഭജിക്കുന്ന ഒരു ഈസി പ്രോസസ്സ് അല്ലായിരുന്നു എന്നുള്ളതാണ്. വിഭജനത്തെ തുടർന്ന് ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ധാരാളം സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പൊളിറ്റിക്കൽ സയൻസിൽ ഇത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ, അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. കമ്മ്യൂണലായിട്ടുള്ള ആക്രമണങ്ങൾ, വർഗീയ ലഹളകൾ ഉണ്ടായി എന്നുള്ള. പ്രത്യേകിച്ചും അതിർത്തികളിൽ നമ്മൾ പഞ്ചാബ് അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ, അതേപോലെ തന്നെ ഇവിടെ ഡൽഹി, നോർത്തിലെ ഡൽഹി, അതുപോലെ തന്നെ ബംഗാളിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന അതിർത്തികളിലെല്ലാം കമ്മ്യൂണലായിട്ടുള്ള വിഭജനത്തോടൊപ്പം ധാരാളം അക്രമങ്ങളും അരങ്ങേറി ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ്. പലരുടെയും വീടും സ്വത്തും സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. വർഗീയ ലഹളകൾ വ്യാപകമായി. ധാരാളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. വിഭജന കാലത്ത് സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾ തുറന്നു കാട്ടുന്ന കൃതിയാണ് നിശബ്ദതയുടെ മറുവശം എന്നുള്ള ഊർവശി ഭട്ടാലിയുടെ ഒരു കൃതിയുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, അന്ന് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം മാതാപിതാക്കൾ ഹോണർ കില്ലിങ്, അതായത് ദുരഭിമാന കൊലകൾ വരെ, ഹോണർ കില്ലിങ് വരെ നടത്തുന്നു. തൻ്റെ മക്കൾക്ക് ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവരെ കൊല്ലുന്ന വരെ അവസ്ഥ ഉണ്ടായിരുന്നു. അത്രക്കും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു 1947 ആ വിഭജനത്തിൻ്റെ ആ പ്രോസസ്സ്. അത് നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ അതിർത്തികളിൽ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികളും അവർക്കെതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൻ്റെ സ്ത്രീകളുടെ അവസ്ഥ വിവരിക്കുന്ന ഊർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്നുള്ള
ഒരു ഇത് യഥാർത്ഥത്തിൽ ഒരു ആ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ യഥാർത്ഥത്തിൽ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ് എന്നത്. പാകിസ്ഥാനിലെ റാവൽപിണ്ടി ജില്ലയിലെ തവൽഗാസ എന്ന പ്രദേശത്ത് നടന്ന ഒരു ഭീകരമായ സംഭവത്തെക്കുറിച്ച് കൃതി വിവരിക്കുന്നു. ഈ സിഖ് ഗ്രാമത്തിലെ 90ഓളം സ്ത്രീകളെ ശത്രുക്കൾ പിടിയിൽ പെടാതിരിക്കുന്ന സ്വമേധയാ കിണച്ചിൽ ചാടി ജീവനൊടുക്കി. അപ്പോൾ ഹോണർ കില്ലിങ് പോലെ, അതായത് മറ്റുള്ളവരുടെ ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടാലെ തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് കരുതിയിട്ട് 90ഓളം സ്ത്രീകൾ, യഥാർത്ഥ സംഭവത്തെ വിവരിക്കുന്ന ഒരു കൃതിയാണ് ഈ ഒരു ഇത്. നിശബ്ദതയുടെ മറുവശം എന്നുള്ള കൃതിയിൽ പറയപ്പെടുന്നത് ഈ സിഖ് ഗ്രാമത്തിൽ 90ഓളം സ്ത്രീകൾ ശത്രുക്കളുടെ പിടിയിൽപ്പെടാതിരിക്കാൻ സ്വമേധയാ കിണറ്റിൽ ചാടി ജീവനൊടുക്കി എന്നുള്ളതാണ്. ഇത് ഇത്തരത്തിലുള്ള വിഭജനത്തിലെ ഈ സമയത്തുള്ള ഓരോ ഈ ഒരു പ്രശ്നങ്ങളും ദുരഭിമാന കൊലകളും അക്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും എല്ലാം വിഭജനത്തിൻ്റെ ആക്കം കൂട്ടും, അല്ലെങ്കിൽ ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വിഭജനം എന്നുള്ള ഒരിക്കലും ഇന്ത്യ 1947 ഇന്ത്യ ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു വര വരച്ചിട്ട് ഇത് ഇന്ത്യ ഇത് പാകിസ്ഥാൻ എന്നുള്ള രീതിയിലല്ലായിരുന്നു എന്നാണ്. അതിലെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അവകാശപ്പെട്ട്, നമ്മൾ പറയാം ഒരു വീട് വീതം വെക്കുന്ന സമയത്ത് അവിടെ ഇൻഹെറിറ്റായിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്വത്ത് വകകളൊക്കെ പരസ്പരം ഭാഗം വെച്ചെടുക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾ വരെ അതുവരെ കൈമാറണം എന്നുള്ളൊരു ആഹ്വാനമായിരുന്നു ഗാന്ധി പറഞ്ഞത്. ദെൻ അതിന് പകരമായിട്ട് ഇത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു ഗാന്ധിയുടെ നേതൃത്വം. ദെൻ വിഭജനമോ കൂട്ടക്കൊലയോ, അതായത് ഹോളോകോസ്റ്റാണ്. സമകാലിക പണ്ഡിതന്മാർ വിഭജന കാലത്തെ അക്രമ സംഭവങ്ങളെ വിവരിക്കുന്നതിന് കൂട്ടക്കൊല എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. വൻതോതിലുള്ള നരഹത്യയാണ് ഹോളോകോസ്റ്റ്. ഇത് സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമാണോ നടന്നത് അതോ ഹോളോകാസ്റ്റ് ആയിരുന്നോ, അതായത് കൂട്ടക്കൊലയാണോ നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഈ ഹോളോകാസ്റ്റ് എന്നാണ് ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ നടത്തിയിട്ടുള്ള ഹോളോകാസ്റ്റ്, വംശഹത്യയുടെ പേരിൽ ഹോളോകാസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. ജൂതന്മാരെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇട്ട് കൊല്ലുക, അതൊരു കൂട്ടക്കൊലയാണ്. അപ്പോൾ ഇന്ത്യ വിഭജനം എന്നുള്ളത് അതൊരു കൂട്ടക്കൊലയാണോ അല്ലെങ്കിൽ വിഭജനമാണോ എന്നുള്ളൊരു സംശയമാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജർമ്മനിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ നാസികൾ കൊന്നൊടുക്കുകയുണ്ടായി. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസികൾ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലയെ വിശേഷിപ്പിക്കുന്നതിനാണ് ഹോളോകാസ്റ്റ് എന്നുള്ള പദം. ജൂതന്മാർ ജർമ്മനി 1-ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ജൂതന്മാരാണ്. ജൂതന്മാർ ജർമ്മൻ ജനതയ്ക്കെതിരെ നിന്നു. അപ്പോൾ ജൂതന്മാരെ എന്ത് ചെയ്യണം, കൂട്ടക്കൊല ചെയ്യണം എന്നുള്ള, അവർ ചതിയന്മാരാണ്, രാജ്യദ്രോഹികളാണ് എന്നുള്ളൊരു ആഹ്വാനം ചെയ്തിട്ടാണ് ഈ ഹോളോകാസ്റ്റ് ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ നാസികൾ എന്ത് ചെയ്തിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗും പാകിസ്ഥാൻ വാദവും ദ്വിരാഷ്ട്ര സിദ്ധാന്തം നമ്മളിത് ആദ്യം പറഞ്ഞാണ്, ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. 1940 ലീഗിൻ്റെ, ഇന്നത്തെ ഇവിടെയുള്ള ലീഗുകളുണ്ട്, ഈ ലീഗൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. ലീഗിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം, പാകിസ്ഥാൻ എന്നുള്ള വാക്കിനർത്ഥം ഹോളി ലാൻഡ് എന്നാണ്, അതായത് പുണ്യഭൂമി എന്നാണ്. ഈ പദം നിർദ്ദേശിച്ചത് റഹ്മത്ത് അലി ആയിരുന്നു എന്ന് താഴെ പറയുന്നുണ്ട്. അപ്പോൾ 1940 ലീഗിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കിയത്. പാകിസ്ഥാൻ റെസൊല്യൂഷൻ പാസ്സാക്കിയത് 1940 ലീഗിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കിയത് എന്നുള്ളത്. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉത്ഭവം ഉറുദു കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലിൽ കാണാനുണ്ട്. അല്ലാമ ഇക്ബാലിൻ്റെ ഉറുദു കവിയയിൽ പാകിസ്ഥാൻ എന്ന വാദത്തിൻ്റെ ഉത്ഭവം, ഇത്തരത്തിലുള്ള ഒരു പുണ്യപ്രദേശം, അതിനെക്കുറിച്ച് വിവരിക്കുന്ന കവിത അല്ലാമ ഇക്ബാൽ എഴുതിയിട്ടുണ്ട്. ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്നുള്ള പദം നിർദ്ദേശിച്ചത്. ആ പാകിസ്ഥാൻ എന്നുള്ള വാക്കിനർത്ഥം പുണ്യഭൂമി എന്നുള്ളതാണ്, ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്നത്. ദെൻ 1940 പാകിസ്ഥാൻ വാദം ഉണ്ടായിട്ടുണ്ടെങ്കിലും
1946 ക്യാബിനറ്റ് മിഷൻ, ഇന്ത്യയിലെ ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇന്ത്യയിലൊരു താൽക്കാലിക ഭരണം ഉണ്ടാക്കുന്നുണ്ട്. ഭരണ കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു താൽക്കാലിക ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് അധികാരികളെ, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അധികാര കൈമാറ്റത്തെക്കുറിച്ച് ഇന്ത്യൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചു എന്നുള്ളത്. ബ്രിട്ടീഷ് ക്യാബിനറ്റ് അംഗങ്ങളായിട്ടുള്ള സ്റ്റെഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ എന്നിവയായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ. ഇന്ത്യ വിഭജനത്തെ ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചത് 1946. ഓക്കെ, അതിനാൽ മുസ്ലിം ലീഗ് മിഷനെ എതിർത്തു. അവർ പ്രത്യക്ഷ സമരവുമായിട്ട് രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. ഇതാണ് നിങ്ങളുടെ ഈ മെറ്റീരിയൽ പറയുന്നത്. നമ്മൾ കുറച്ചും കൂടി ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതാണ് മെറ്റീരിയൽ പറയുന്നത്. ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഒരു മിനിറ്റ്. നിങ്ങളുടെ മെറ്റീരിയൽ അധികമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വിഭജനത്തിലേക്ക് എത്തിയിട്ടുള്ള നാൾ വഴികൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ. നമ്മുടെ മെറ്റീരിയലിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ക്യാബിനറ്റ് മിഷനും അതുപോലെ തന്നെ പാകിസ്ഥാൻ വാദവും നിങ്ങൾ ഓർത്തു വെക്കേണ്ട, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ദെൻ വിഭജനാന്തരം ഉണ്ടായിട്ടുള്ള അക്രമങ്ങളും മറ്റുമൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്. വെയിറ്റ് ചെയ്യാം. പന്ത്രണ്ടാമത്തെ, ഓക്കെ, വിഭജനത്തിന് ശേഷമുള്ള അഭയാർത്ഥി പ്രവാഹം. ഓക്കെ, ഇതിൽ 1937 പ്രവേശിച്ചത് പാകിസ്ഥാൻ പ്രമേയം. ഓക്കെ, 1940 മാർച്ച് 23 നടന്നിട്ടുള്ള ലാഹോറിൽ വെച്ച് നടന്നിട്ടുള്ള സർവേന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനം ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയം ഭരണാധികാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. ഇത് പാകിസ്ഥാൻ പ്രമേയം എന്ന പേരിൽ അറിയപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 2 പരമാധിക രാഷ്ട്രം എന്ന നിലയിലുള്ള പാകിസ്ഥാൻ വാദം മുസ്ലിം നേതാക്കന്മാർ 1940 അവർക്കൊരു സ്വയം ഭരണാധികാരം വേണമെന്നാണ്, അല്ലാതെ 2 രാജ്യം വേണമെന്നുള്ള 1940 അവർ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊരു വിലപേശൽ തന്ത്രമായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇതിനെ ക്യാബിനറ്റ് മിഷനും അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ ഇതിനെ എതിർത്തതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ 1946 മാർച്ചിലെ ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. പെത്തിക് ലോറൻസും സർ സ്റ്റെഫോർഡ് ക്രിപ്സും എ.വി. അലക്സാണ്ടർ ഇതിലെ അംഗങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും, അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കണം. പ്രതിരോധം, വിദേശകാര്യം, വാർത്ത എന്നിവ യൂണിയൻ കൈകാര്യം ചെയ്യണം, അഥവാ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യണം. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും. ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. ഇതൊക്കെയായിരുന്നു ഇതിൽ പറയുന്നത്. ആദ്യം ഇത് ആദ്യത്തിലെ ഇതെന്തായിരുന്നു, മുസ്ലിം ലീഗ് ആദ്യം ഇതിനെ അംഗീകരിച്ചെങ്കിലും പിന്നീട് ഇതിനെ എതിർത്താണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അവർക്ക് തോൽവി വാങ്ങേണ്ടി വന്നു. അത് അവർക്ക് എന്തായി, ഒരു തിരിച്ചടിയായി. അപ്പോൾ 1946 അവർ പ്രത്യക്ഷ സമരവുമായിട്ട് ആഗസ്റ്റ് 16 പ്രത്യക്ഷ സമരമായിട്ട് ലീഗ് പ്രഖ്യാപിച്ചു. യുദ്ധം ചെയ്തും പാകിസ്ഥാൻ നേടുമെന്ന മുദ്രാവാക്യമുയർത്തി അവർ തെരുവിലിറങ്ങി. ആ ദിവസം കൽക്കട്ടയിലെ, അതായത് ബംഗാളിലെ കൽക്കട്ടയിലെ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ആയിരക്കണക്കിന് പേര് ഇതിൽ കൊല്ലപ്പെട്ടു. ഈ കലാപം ദിവസങ്ങളോളം നീണ്ടുനിന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ചരിത്ര പ്രസിദ്ധമായൊരു പ്രഖ്യാപനം നടത്തി. 1948 ജൂണിനുള്ളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമെന്നും അതിനുള്ളിൽ
അധികാരം ഇന്ത്യക്ക് നൽകുമെന്നാണ് ജൂണിനുള്ളിൽ. അതായത് 2 വർഷം കഴിഞ്ഞതിന് ശേഷം 1946 ഈ കലാപങ്ങളൊക്കെ നടക്കുന്നത്. ദെൻ ഇതേ പ്രകാരം പിന്നീട് ഈ ക്യാബിനറ്റ് മിഷന് പകരം പിന്നീട് വന്നിട്ടുള്ളത് മൗണ്ട് ബാറ്റൻ. ഓക്കെ, പുതിയ വൈസ്രോയി ആയിട്ട് മൗണ്ട് ബാറ്റൻ വരുന്നു. അധികാര കൈമാറ്റമാണ് മൗണ്ട് ബാറ്റൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് ഏൽപ്പിച്ചപ്പെട്ട ദൗത്യം എന്നുള്ളത് ഈ അധികാര കൈമാറ്റമാണ്. അപ്പോൾ ഇന്ത്യൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയ മൗണ്ട് ബാറ്റൻ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ടുള്ള ഏക മാർഗം വിഭജനമാണ് എന്നുള്ളതാണ്. അധികാര കൈമാറ്റം പറയുന്നുണ്ട്, പക്ഷേ അധികാര കൈമാറ്റം യഥാവിധം നടക്കണമെങ്കിൽ വിഭജനമല്ലാതെ വേറൊരു പോംവഴിയുമില്ല എന്നുള്ളത് മൗണ്ട് ബാറ്റൻ. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച്, മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ വിഭജനമാണ്. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ വിഭജനമാണ്, 2 രാഷ്ട്രമാണ്. 1947 ജൂൺ 3 അദ്ദേഹം അധികാര കൈമാറ്റത്തിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു. 1947 ജൂൺ 3 അദ്ദേഹം അവതരിപ്പിച്ചു. ഇത് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നാണ്. ഇന്ത്യയെ 2 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, വിഭജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും യൂണിയനും പാകിസ്ഥാനും. ഇതിൽ 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ജൂലൈയിൽ ഇത് പാസ്സാക്കിയെടുത്തു. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം. ഇനി വിഭജനം ഇത് നമ്മൾ പറഞ്ഞു. 1947 വിഭജന സമയത്ത് സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള അതിൽ നമ്മൾ ഊർവശി ഭാട്ടിയലിയുടെ കഥ പറഞ്ഞു. ഓക്കെ, ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ സാധാരണ ജനങ്ങളുടെ അനുഭവങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് വടക്ക്, അതുപോലെ തന്നെ നോർത്തിലും അതുപോലെ തന്നെ കിഴക്കിലൊക്കെ ഉള്ള ഇതാണ്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണെന്ന് ആണ് ഇനി പറയുന്നത്. വിഭജനം പഞ്ചാബ് പ്രദേശം വളരെ രൂക്ഷമായിട്ട് ബാധിച്ചു. പഞ്ചാബിലാണ് ഏറ്റവും ഹിന്ദുക്കളും സിഖുകാരും ഒരു അതിർത്തി പ്രദേശമാണ്. ഇന്ത്യയും പാകിസ്ഥാനുമുള്ള അതിർത്തി പ്രദേശങ്ങളാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ പരസ്പരം ആക്രമിച്ചും കൊലപാതകം നടത്തിയിട്ടൊക്കെയാണ് അപ്പുറത്തും. ദെൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള, നമുക്കറിയാം ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും മറ്റു മതസ്ഥരും ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ നിന്ന് അതിർത്തിയിലുള്ള അതുപോലെ തന്നെ നോർത്തിലുള്ള വടക്കുള്ള ധാരാളം മുസ്ലിംസ് പാകിസ്ഥാനിലേക്കും പോയി. ഇങ്ങനെ ജനങ്ങളുടെ ഒരു വലിയൊരു ജനങ്ങളുടെ ഒരു കൈമാറ്റമാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാരും ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാരും അവർക്കൊന്നും ഒരു വാം വെൽക്കം അല്ല അവിടെ ലഭിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഹിന്ദു സിഖ് മറ്റു മതസ്ഥർക്കും എന്താ ചെയ്തിട്ടില്ല, ഈ രാജ്യങ്ങളിൽ നല്ല സ്വീകരണമല്ല ലഭിച്ചത്. അവർ കാലങ്ങളോളം അഭയാർത്ഥി ക്യാമ്പിൽ, റെഫ്യൂജി ക്യാമ്പിലായിരുന്നു അവർക്ക് കഴിയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ വന്നിട്ടുള്ള വാമൊഴികളും ചിത്രങ്ങളും, വിഭജന കാലത്തെ സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളും കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കാൻ വാമൊഴി തെളിവുകൾ, അതായത് ആൾക്കാർ ഇപ്പോഴും ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരുടെ യാതനകൾ നമുക്ക് അവരുമായിട്ടുള്ള ഡോക്യുമെൻ്ററികളൊക്കെ കാണാം. ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭരണഘടനാപരമായിട്ടുള്ള വിഭജനമോ കക്ഷി രാഷ്ട്രീയ പ്രശ്നമോ മാത്രമല്ലായിരുന്നു. ഒരു ജീവിതത്തിൽ സംഭവിച്ചു പെട്ടെന്ന്, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുകയാണ്, നമ്മൾ പറയണേ ഈ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും ഇത് അങ്ങനെ ബാധിച്ചിട്ടില്ല, നോർത്തിലാണ്. പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ അന്യരായിട്ട് മാറുകയാണ്. അപ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. വിഭജനത്തെ നേരിട്ട് മനസ്സിലാക്കിയവരുടെ, അതിനെ അതിജീവിച്ചവരുടെയും ഓർമ്മകളിൽ വിഭജനത്തിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളുണ്ട്. പെട്ടെന്ന് നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ പ്രദേശത്ത് നമ്മൾ അന്യരായിട്ട് മാറുകയാണ്. ഇത് നോർത്തിലൊക്കെ ഇപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ വന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദുക്കളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊരു അരക്ഷിതാവസ്ഥ വന്നു. അവർക്ക് പെട്ടെന്ന് അവരുടെ രാജ്യം, അവർ ജീവിക്കുന്ന രാജ്യം അവർക്ക് അന്യമായിട്ട് തീർന്നു എന്നുള്ളതാണ്.
അപ്പം അതിനാൽ വിഭജനത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ വാമൊഴി വ്യാഖ്യാനങ്ങൾ വലിയ പങ്കുണ്ട്. ഇന്നും ആ ഈ ഒരു അതിജീവനം, അതായത് വിഭജനത്തെ അതിജീവിച്ച ധാരാളം ആൾക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. അവരുടെ ആ യാതനകളും അവരന്ന് അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളും കാര്യങ്ങളൊക്കെ ഇന്ന് ഡോക്യുമെൻ്ററി ആയിട്ടും മറ്റും ചിത്രങ്ങളായിട്ടും അവരുടെ ഓർമ്മക്കുറിപ്പുകളായിട്ടും ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ വിഭജനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് കാണാമായിരുന്നു. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ കാണാൻ നമുക്ക് അതില്ല. കാരണം അവരൊക്കെ എന്താ ചെയ്തിട്ടുണ്ട്, ഏകദേശം മൺമറഞ്ഞു പോയി എന്നാണ്. ഇനി വിഭജനം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇനി നമുക്കുള്ളത്. അവരുടെ വാമൊഴിയായാലും അവരുടെ ചിത്രീകരണങ്ങളിലൂടെയൊക്കെ വിഭജനത്തിൻ്റെ ആ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് പാകിസ്ഥാൻ വാദം, ക്യാബിനറ്റ് മിഷൻ, പാകിസ്ഥാൻ പ്രമേയം ക്യാബിനറ്റ് മിഷനും, ഇത് രണ്ടും നിർബന്ധമായിട്ട് നോക്കണം. അതാണ് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത്. ദെൻ വിഭജനത്തിൻ്റെ പ്രത്യാഘാതം, ഓക്കെ, വിഭജനത്തിൻ്റെ പ്രത്യാഘാതം അതൊന്ന് നോക്കുക. അത് ഇതിൻ്റെ എൻട്രിയിൽ പറയുന്നുണ്ട്, തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് കേരള ഹിസ്റ്ററികളാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രവും പിന്നീട് ആധുനിക കേരളം, ഈ 2 പാഠം കൂടി കഴിഞ്ഞാൽ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ദെൻ നമുക്ക് രാത്രിയിലെ ക്ലാസ്സിൽ കാണാം. രാത്രിയും പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും, കാരണം പൊളിറ്റിക്കൽ സയൻസിലാണ് കൂടുതൽ ചാപ്റ്റർ തീരാനുള്ളത്. ഇന്ന് രാത്രി പൊളിറ്റിക്കൽ സയൻസ്, നാളെ നമുക്ക് എക്കണോമിക്സ് ഉണ്ടാവും. ഓക്കെ, നമുക്കങ്ങനെ. ഓക്കെ, ശരി, താങ്ക് യു.